കൂവത്തൊട്ടിയിലെ ഗൾഫുകാരൻ ഹനീഫ മരവയലിന്റെ വീട് കുത്തിത്തുറന്ന് 70 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഘത്തിലെ സൂത്രധാരനടക്കം 3 പേരെ കാസർഗോഡ് സിഐ ബാബു പെരിങ്ങോത്തും സംഘവും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുവള്ളൂർ കറബാക്കം അരുണാചലത്തെ റബ്ദിൻ സലീം, കാസർഗോഡ് ഉളിയത്തടുക്ക ഷിറിബാഗുവിലെ മായിപ്പാടി അബു എന്ന അബ്ദുൾ റഹ്മാൻ, ചൌക്കിയിലെ ആദ്രൈ എന്ന അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് SP S സുരേന്ദ്രൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 13-നാണ് കൂവത്തൊട്ടിയിൽ ഹനീഫയുടെ ഗൃഹപ്രവേശനം നടന്ന ദിവസം വീട്ടുകാരെ മയക്കി സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. വീട് കുത്തിത്തുറന്ന് കവർച്ച നടത്താൻ ഒത്താശ ചെയ്ത മേൽപ്പറമ്പിലെ മുഹമ്മദ് നജീബ്, കോഴിക്കോട് കടലുണ്ടിയിലെ സജീർ എന്ന നവാസ് എന്നിവരെ പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. നവാസ് കവർച്ച നടന്നതിനു ശേഷം ഗൾഫിലേക്ക് രക്ഷപ്പെട്ടതായും ഇവരെ അറസ്റ്റ് ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും SP അറിയിച്ചു. സ്വർണ്ണാഭരണങ്ങളിൽ 56 പവൻ കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ സംഘം 100ഓളം കവർച്ച നടത്തിയതായും സൂചനയുണ്ട്. അതിനായി അന്വേഷണം നടത്തിവരികയാണെന്നും SP പറഞ്ഞു. എല്ലാം സൗകര്യം ചെയ്തു കൊടുത്തത്, ഇതെല്ലാം ചെയ്തു കൊടുത്തത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ കല്ലട്ര അബ്ബാസി ഹജിയുടെ മകൻ നജീബാണ്. ഇതെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നത്, ഇതെല്ലാം പറഞ്ഞു ഏർപ്പെടുത്തി കൊടുത്ത് വീടൊക്കെ കാണിച്ചു കൊടുത്ത് വീട് ലൊക്കേറ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ആളില്ലാത്ത സമയം പറഞ്ഞു കൊടുത്ത് എവിടെ കൂടെ കയറണം, എങ്ങനെ കയറണം, വീട്ടിൻ്റെ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടുത്തെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇയാളാണ്. ഇതുൾപ്പെടെ ഒരു വൻ മോശം തന്നെ ഉണ്ട്. അത് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു, ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അത് തരാം. ഒത്തിരി തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഈ സജീർ എന്ന് പറയുന്നത്. സജീറിനെ കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ എനിക്കൊന്ന് ഒരു ഒത്തിരി കേസുകൾ അവനൊരു 6-7 വർഷം കൊണ്ട് പോലീസ് പിടിച്ചിട്ടില്ല. ഏകദേശം വലയിൽ കൊടുങ്ങേണ്ട, പക്ഷേ രക്ഷപ്പെട്ടു പോയത്.